ഹായ് ഫ്രണ്ട്സ്, അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പം കുറച്ച് ദിവസം മുമ്പ് ഒരു 2 ദിവസം മുമ്പ് നമ്മൾ മോഹൻലാൽ ലാലേട്ടനാണെങ്കിൽ ശബരിമലയിൽ പോയതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ശബരിമലയിൽ പോയി സന്നിധാനത്ത് ചെന്ന് ഭഗവാനെ തൊഴുതതും ശബരിമലയിൽ പോയി വഴിപാടുകളും കാര്യങ്ങളും എല്ലാം നടത്തിയതുമൊക്കെ. അപ്പം കുറേ ആൾക്കാർ അതിനകത്ത് വ്യാഖ്യാനമായിട്ട് വന്ന് ഒന്ന് പിന്നെ എൻപുരാൻ ഇപ്പം പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെയും പുതിയൊരു സിനിമ ഇറങ്ങാൻ പോകില്ലേ എൻപുരാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഷോയാണ് മോഹൻലാൽ, അതായത് നമ്മുടെ ലാലേട്ടൻ കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കുറേ ഗോസിപ്പുകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ലാലേട്ടന് ശബരിമല സന്നിധാനത്ത് ചെന്നിട്ട് മുഹമ്മദ് കുട്ടി വിശാഖം എന്നും പറഞ്ഞുള്ള വഴിപാട് നടത്തുന്നു. അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പിന്നെ വൈറലാകുന്നു. ഈ വൈറലാകുന്നതിനെക്കാട്ടിലുപരി അത് ഭയങ്കര വലിയ വലിയ രീതിയിലുള്ള ഗോസിപ്പുകളാണ് ഇറങ്ങുന്നത്. അത് ഓരോ ആൾക്കാർ അതിന് ഓരോ വ്യാഖ്യാനങ്ങളാണ് കൊടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയാൻ ഈ പ്രഗത്ഭരായിട്ടുള്ള 2 വ്യക്തികളാണ് മലയാള സിനിമയിൽ പ്രഗത്ഭരായിട്ടുള്ള 2 വ്യക്തികളാണ് നമ്മുടെ ലാലേട്ടനായാലും നമ്മുടെ മമ്മൂക്കയായാലും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ഒരംഗത്തെ പോലെ തന്നെ അവരോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇപ്പം പ്രിയപ്പെട്ട ആളിന് എന്തെങ്കിലും നമുക്കിപ്പം പ്രിയപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം എന്താണ് ചെയ്യുന്നത്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കുറച്ച് അർച്ചനകളോ വഴിപാടുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതുകൊണ്ട് മറ്റൊരു കാര്യങ്ങളും ഇല്ല നമുക്ക് ചെയ്യാൻ അവർക്ക് വേണ്ടി. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതിനകത്തൊക്കെ വലിയ വലിയ ഗോസിപ്പുകളും കാര്യങ്ങളും ലാലേട്ടനാണെങ്കിൽ സ്വന്തം വൈഫിൻ്റെ പേരിലും പിന്നെ വൈഫിൻ്റെ പേരിലും അവിടെ വഴിപാട് നടത്തി. പക്ഷേ അത് പുറത്തോട്ട് വരുന്നില്ല. മമ്മൂക്കയുടെ പേരിൽ വഴിപാട് നടത്തിയതാണ് ഇത്ര വലിയ ഗോസിപ്പായിട്ട് വരുന്നത്. അത് ലാലേട്ടൻ ഷോ കാണിക്കുകയാണ്, അല്ലെങ്കിൽ വരുന്ന സിനിമയിലെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ലാലേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് പുതിയ പുതിയ ഗോസിപ്പുകളായിട്ട് ഇറങ്ങുന്നത്. ഒരു സെലിബ്രിറ്റി ആയ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്താൽ തന്നെ അത് വൈറലാകും. അതുപോലെ തന്നെയാണ് ലാലേട്ടൻ ഇന്ന് സന്നിധാനത്ത് പോയി ദൈവം ഒന്ന് പ്രാർത്ഥിച്ച് പിന്നെ അത്യാവശ്യം കുറച്ച് വഴിപാടും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതങ്ങ് വൈറലാകാൻ കാരണം പ്രത്യേകിച്ചെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ മമ്മൂക്ക, അതായത് നമ്മുടെ മമ്മൂക്കായ്ക്ക് ഇപ്പം ചെറിയ ഒരു അസുഖങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അസുഖങ്ങളും കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇന്നൊക്കെ ഒന്ന് മാറി ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അപ്പം അതിൻ്റെ കുറേ ഗോസിപ്പുകളും കാര്യങ്ങളും ഇപ്പം പുതിയതായിട്ട് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് അസുഖമാണെന്നും കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഗോസിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ലാലേട്ടന പോയതെന്നും ഒക്കെയാണ് പുതിയ ഓരോരോ ഷോയാണ് ലാലേട്ടൻ കാണിക്കുന്നത്. ആൾക്കാരെ കാണിക്കാൻ ലാലേട്ടൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഷോ കാണിക്കുകയാണെന്നും പറഞ്ഞാണ് പുതിയ ഗോസിപ്പുകളൊക്കെ ഇറങ്ങുന്നത്. ലാലേട്ടൻ സന്നിധാനത്ത് എത്തിയത് തന്നെ പിന്നെ മമ്മൂക്കയ്ക്ക് വേണ്ടി അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണെന്നാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത്. അതുപോലെ തന്നെ മോഹൻലാലും മമ്മൂട്ടി എന്ന് പറയുന്ന 2 വ്യക്തികൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അറിയാൻ വയ്യാത്ത കുറേ ആൾക്കാരാണ് ഇതുപോലുള്ള ഗോസിപ്പുകളും വ്യാഖ്യാനങ്ങളുമായിട്ട് ഇറങ്ങുന്നത് അല്ലേ. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നമ്മുടെ ലാലേട്ടനാണെങ്കിൽ ഇതുപോലുള്ള ഷോയൊന്നും കാണിച്ചിട്ട് വേണ്ട പുള്ളി എന്താ പറയുക പുള്ളി ഇറങ്ങുന്ന, അതായത് നമ്മുടെ ലാലേട്ടൻ കയറുന്ന ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആകാനാണ് പുള്ളി അഭിനയിക്കുന്ന. അത് ഒരു അഭിനയ സിംഹമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഓരോ പബ്ലിസിറ്റി ചെയ്തിട്ട് വേണ്ട പുള്ളിയുടെ സിനിമകളൊന്നും സൂപ്പർ ഹിറ്റ് ആകുന്നത്. ഇത്രയധികം പുരസ്കാരങ്ങളായാലും അവാർഡുകളെല്ലാം മേടിച്ച് കൂട്ടുന്നത് ചുമ്മാതെയാണോ? എന്താ പറയുക, പാട്ടായാലും ഡാൻസ് ആയാലും ഇപ്പം പാട്ടൊക്കെ പാടുന്ന സമയങ്ങളിൽ എന്നാൽ ചോദിക്കും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ വിചാരിക്കും ലാലേട്ടൻ തന്നെ ആയിരിക്കും പാട്ട് പാടുന്നതെന്ന് വിചാരിക്കും. പിന്നീട് എനിക്ക് മനസ്സിലായി പാട്ട് പാടുന്ന വേറെ ആൾക്കാരാണ്. പക്ഷേ അങ്ങനെ പോലും ആ ഒരു ചുണ്ട് പോലും അതേ രീതിയിൽ അനക്കുന്നത്. ലാലേട്ടൻ്റെ ശരീരഭാഗം മൊത്തം വഴങ്ങിയുള്ള ആ ഒരു സിനിമ എന്താ പറയുക അഭിനയങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരാളിന് ഷോ കാണിച്ചിട്ടൊന്നും വേണ്ട പിന്നെ എന്തുവാ സൂപ്പർ ഹിറ്റ് ആകാൻ സിനിമകളൊക്കെ അല്ലേ. അതുപോലെ തന്നെ ഇപ്പം ഒരു വ്യക്തികൾ സന്നിധാനത്ത് പോയി എവിടെയായാലും ഒരു അമ്പലങ്ങളിലായാലും എവിടെയെങ്കിലും പോയി അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിനകത്ത് ഇങ്ങനെ ഞൊഴഞ്ഞ് കയറി അവരൊക്കെ സെലിബ്രിറ്റികൾ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ഞൊഴഞ്ഞ് കയറി ഇങ്ങനെ ഓരോ ഗോസിപ്പുകളായിട്ടാണ് പുറത്ത് വരുന്നത്. അതുങ്ങൾ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങളായിരുന്നു. അവർ മനുഷ്യരല്ലേ, അവർക്ക് എന്താ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഈ പറയുന്നവർക്ക് അതൊന്നും മനസ്സിലാക്കിക്കൂടെ? അവർ പിന്നെ അവർ സിനിമ ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാരാണ് സെലിബ്രിറ്റികൾ എന്ന് അതിലുപരി അവരൊരു മനുഷ്യരാണെന്നും കൂടെ ആലോചിക്കും.
ആലോചിക്കണം. നമ്മൾ ഒരുപാട് നമ്മുടെ ഇൻ്റർവ്യൂസിനൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഞാനും ഇച്ചാക്കായും ഭയങ്കരം എന്ന് വെച്ചാൽ കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും ചേർത്ത് പിടിക്കാനും ഒക്കെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് ഇച്ചാക്കായെ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇച്ചാക്കായ്ക്ക് എനിക്കുമെന്ന് പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഒരു അമ്മയുടെ വയറ്റിൽ പിറക്കണമെന്നില്ല, ജ്യേഷ്ഠ അനിയന്മാരാകണമെങ്കിൽ ഒരു അമ്മയുടെ വയറ്റിൽ പിറക്കണമെന്നില്ല എന്ന് പറയാം. അത്രയ്ക്ക് സ്നേഹത്തോടെയും കരുതലോടുമാണ് അതുങ്ങൾ ജീവിക്കുന്നത്. രണ്ടും രണ്ട് മതക്കാരാണ്. അതായത് എല്ലാം നമ്മുടെ ഹിന്ദുസിൻ്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ലാലേട്ടനും, അതുപോലെ തന്നെ മുസ്ലിംസ് ഇസ്ലാമിക് ഒരു ഇതിൽ പിറന്ന ഒരാളാണ് നമ്മുടെ മമ്മൂക്ക. ആ ഒരു രീതിയിലുള്ള രീതികളാണ്. പക്ഷേ എന്നാൽ ഇതിനെല്ലാം അതിർവരമ്പ് ഒന്നുമില്ലാതെയാണ് ഇവർ തമ്മിലുള്ള സ്നേഹങ്ങളും കാര്യങ്ങളും ഒക്കെ. എന്നാൽ എപ്പോഴും അവർ തമ്മിൽ ചിലപ്പം കാണാറില്ല, മിണ്ടാറില്ല, എപ്പോഴും വിളിക്കാനുള്ള സൗകര്യങ്ങളൊന്നും കിട്ടില്ല. പക്ഷേ അവർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ അളക്കാത്തതിനപ്പുറമാണ്. അവരെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റി നിർത്തുന്ന രീതിയിലുള്ള ഗോസിപ്പുകൾ നിങ്ങൾ ഇറക്കുന്നത്? അവരൊന്നാണ്. അവർ ലാലേട്ടൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു അമ്മയുടെ വയറ്റിൽ പിറക്കണമെന്നില്ല, ജ്യേഷ്ഠനും അനിയനും ആകാനും ഞാനും എൻ്റെ ഈച്ചക്കായും മരണം വരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കും, ഞങ്ങളെ ആർക്കും വേർപെടുത്താൻ പറ്റില്ല എന്നൊക്കെ കുറേ ഇൻ്റർവ്യൂസിനൊക്കെ പറയുന്നുണ്ട്. ആ ഒരൊറ്റ സ്നേഹബന്ധം മതി നമ്മളിതൊക്കെ അങ്ങ് മറക്കാൻ. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഷോയൊന്നും കാണിച്ച് ലാലേട്ടന് പിന്നെ പുരസ്കാരങ്ങളും മേടിച്ച് കൂട്ടണ്ടേ എടുക്കണ്ടേ ഒരു കാര്യങ്ങളും ഇല്ല. ലാലേട്ടന് അഭിനയിക്കാൻ അറിയാം, അഭിനയിച്ച് തന്നെയാണ് ലാലേട്ടൻ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയും അഭിനയത്തിൽ ഒട്ടും മോശമല്ല. രണ്ടുപേരും ഒന്നിച്ച് നിന്ന കട്ടയ്ക്ക് കട്ടയാണ് അല്ലേ, നമുക്കതെല്ലാം അറിയാം. എന്നിട്ട് എന്തിനാണ് ഈ അറിയാൻ വയ്യാതെ ചുമ്മാ കുറേ വാക്കുകൾ പറഞ്ഞ് അതുങ്ങളെ വേറാക്കാനായിട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ?